ഉണ്ണിയമ്മേ, തുമ്പടി വന്നു. എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. എന്താ പെട്ടെന്ന് വായിക്കേ. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിച്ചത് ഇടത് സൈബർ ഗ്രൂപ്പുകളിലെന്ന് പോലീസ്. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിച്ചത് റെഡ് എൻകൗണ്ടേഴ്സ് റെഡ് ബറ്റാലിയൻ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന പോലീസ്. ഇത് ഇടത് സൈബർ ഗ്രൂപ്പുകൾ എന്നാണ് നിഗമനം. റെഡ് എൻകൗണ്ടേഴ്സിൽ നിന്നാണ് പോരാളി ഷാജി, അമ്പാടിമുക്ക് സഖാക്കൾ തുടങ്ങിയ ഫേസ്ബുക്ക് പേജുകളിലേക്ക് വ്യാജ സ്ക്രീൻഷോട്ട് എത്തിയത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു തലേന്നാണ് പോരാളി ഷാജി, അമ്പാടിമുക്ക് സഖാക്കൾ കണ്ണൂർ തുടങ്ങിയ ഇടത് ഫേസ്ബുക്ക് പേജുകളിൽ വ്യാജ കാഫിർ ഷോട്ട്. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ മക്കളെ, സന്തോഷായി. സംഭവവുമായി ബന്ധപ്പെട്ട് ലീഗ് പ്രവർത്തകനായ മുഹമ്മദ് ഖാസിമിനെ പ്രതിയാക്കുകയും ചെയ്തു. ഇതിനെതിരെ ഖാസിം നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയിൽ പോലീസിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് എത്തിയത്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. നേരത്തെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിരുന്നു, വടകരയിലെയും ജനങ്ങൾക്ക് മനസ്സിലായിരുന്നു. എന്നിവർക്ക് തെറ്റ് പറ്റിയാലും ജനങ്ങൾക്ക് തെറ്റ് പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കപടനാട്യങ്ങളെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞ് ഷാഫി പറമ്പിലിന് 1.25 ലക്ഷത്തിന്റെ ഒരു വലിയ ഭൂരിപക്ഷം, ചരിത്ര ഭൂരിപക്ഷത്തോടു കൂടിയുള്ള വിജയം വടകരക്കാർ സമ്മാനിച്ചത്. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. 4 വോട്ട് കിട്ടുന്നതിന് വേണ്ടി എന്ത് പോക്രതരവും ചെയ്യും, എന്ത് വൃത്തികേടും ചെയ്യും എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഇതിനോടൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് അറിയാം. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരു ലീഗുകാരന് മേൽ ആരോപിച്ച് വലിയൊരു വിഷപ്രചരണത്തിന്, വർഗീയ പ്രചരണത്തിനിടയാക്കിയ ഒരു സംഭവമാണ് ഈ. ഇവനൊക്കെ MG റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുരിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ കത്തിച്ച് ചാമ്പലാക്കണം എന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. രാഷ്ട്രീയ മുഖം നോക്കാതെ പിടിച്ചകത്തിടേണ്ടതാണ്. എന്നാൽ മാത്രമേ ആ സമയത്ത് ഈ വാർത്ത, ഇത്രയേറെ ശ്രദ്ധിക്കപ്പെട്ട വാർത്തയ്ക്ക് പിന്നിൽ നടന്ന ഗൂഢാലോചന അടക്കം പുറത്തു വരികയുള്ളൂ. ഞാൻ ആരാ എന്താന്ന് ഇപ്പൊ പിടികിട്ടിയായിരിക്കും. സോറി, നിങ്ങളല്ലേ ഇറങ്ങണ്ടേ? അതെ, ഇതാണ് ആളിറങ്ങാൻ വൈകി കഴിഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോകും. അങ്ങനെ 2 വണ്ടി വരെ നഷ്ടപ്പെട്ടു.